രാജാക്കന്മാർ ഒന്നാം പുസ്തകം അധ്യായം 6. ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെട്ടതിൻ്റെ 480 സംവത്സരത്തിൽ ഇസ്രായേലിൽ ശലോമോന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസമായ ഈയോർ മാസത്തിൽ അവൻ കർത്താവിൻ്റെ ആലയം പണിയുവാൻ തുടങ്ങി. ശലോമോൻ രാജാവ് കർത്താവിന് പണിത ആലയം 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവും ഉള്ളതായിരുന്നു. ആലയമായ മന്ദിരത്തിൻ്റെ മുഖമണ്ഡപം ആലയ വീതിക്കൊത്തവണ്ണം 20 മുഴം നീളവും ആലയത്തിൻ്റെ മുൻവശത്തെ 10 മുഴം വീതിയും ഉള്ളതായിരുന്നു. അവൻ ആലയത്തിനിണങ്ങിയ ജനലുകളും ഉണ്ടാക്കി. മന്ദിരവും അന്തർമന്ദിരവും കൂടിയ ആലയത്തിൻ്റെ ചുവരിനോട് ചേർത്ത് ചുറ്റും തട്ടുതട്ടായി പുറവാരങ്ങളും പണിതു. അവയിൽ ചുറ്റും അറകളും ഉണ്ടാക്കി. താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴവും വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്തു ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിൻ്റെ ചുറ്റും പുറമേ താങ്ങുകളും പണിതു. വെട്ടുകുഴിയിൽ വച്ചു തന്നെ ചെത്തി തീർത്ത കല്ലുകൊണ്ട് ആലയം പണിതതിനാൽ അത് പണിയുന്ന സമയത്ത് ചുറ്റിക മഴു മുതലായ യാതൊരു ഇരുമ്പായുധത്തിൻ്റെയും ശബ്ദം ആലയത്തിങ്കൽ കേൾപ്പാനില്ലായിരുന്നു. താഴത്തെ പുറവാരത്തിൻ്റെ വാതിൽ ആലയത്തിൻ്റെ വലത്തു ഭാഗത്തായിരുന്നു. വളഞ്ഞു വളഞ്ഞു കയറുന്ന കോവണിയിൽ കൂടി നടുവിലെ പുറവാരത്തിലേക്കും നടുവിലെത്തേതിൽ നിന്ന് മൂന്നാമത്തെ പുറവാതിലിലേക്കും കയറാം. അങ്ങനെ അവൻ ആലയം പണി തീർത്തു. ദേവദാരുത്തുലാങ്ങളും ദേവദാരുപ്പലകയും കൊണ്ട് ആലയത്തിന് മച്ചിട്ടു. ആലയത്തിൻ്റെ ചുറ്റുമുള്ള തട്ടുകൾ 5 മുഴം ഉയരത്തിൽ പണിതു. ദേവദാരുത്തുലാങ്ങൾ കൊണ്ട് ആലയത്തോട് ചേർത്തു. ശലോമോന് കർത്താവിൻ്റെ കൽപ്പന ഉണ്ടായി. നീ ഈ ആലയം പണിയുന്ന നീ എൻ്റെ ചട്ടങ്ങളെ ആചരിച്ച് എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ കൽപ്പനകളെല്ലാം പ്രമാണിച്ചു നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് അരുളി ചെയ്ത വചനം നിന്നിൽ നിവർത്തിക്കും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എൻ്റെ ജനമായ ഇസ്രായേലിനെ ഉപേക്ഷിക്കുകയില്ല. അങ്ങനെ ശലോമോൻ ആലയം പണി തീർത്തു അലങ്കരിച്ചു. അവൻ ആലയത്തിൻ്റെ ചുവറകത്തെ വശം ദേവദാരുപ്പലക കൊണ്ട് പണിതു. ഇങ്ങനെ അവൻ ആലയത്തിൻ്റെ നില മുതൽ മച്ചുവരെ അകത്തെ വശം തടി കൊണ്ട് നിർമ്മിച്ചു. ആലയത്തിൻ്റെ നിലം സരള പലക കൊണ്ടായിരുന്നു. ആലയത്തിൻ്റെ പിൻവശം 20 മുഴം നീളത്തിൽ നിലം മുതൽ ഉത്തരം വരെ ദേവദാരുപ്പലക കൊണ്ട് പണിതു. ഇങ്ങനെയാകുന്നു അന്തർമന്ദിരമായ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ ഉൾവശം പണിതത്. അന്തർമന്ദിരത്തിൻ്റെ മുൻഭാഗത്തുള്ള മന്ദിരമായ ആലയത്തിന് 40 മുഴം നീളം. ആലയത്തിൻ്റെ അകത്തെ ചുവരിന്മേൽ ദേവദാരു കൊണ്ടുള്ള കുമിഴകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തുപണി ചെയ്തു. എല്ലാം ദേവദാരു കൊണ്ടായിരുന്നു. കല്ലശേഷം കാണുവാനുണ്ടായിരുന്നില്ല.
ആലയത്തിൻ്റെ അകത്ത് കർത്താവിൻ്റെ നിയമപെട്ടകം വയ്ക്കേണ്ടതിന് അവൻ ഒരു വിശുദ്ധ സ്ഥലം ഉണ്ടാക്കി. അതിൻ്റെ അകം 20 മുഴം നീളവും 20 മുഴം വീതിയും 20 മുഴം ഉയരവും ഉള്ളതായിരുന്നു. അവൻ അത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരുമരം കൊണ്ടുള്ള ധൂപപീഠവും സ്വർണം പൊതിഞ്ഞു. ആലയത്തിൻ്റെ അകം ശലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൻ്റെ മുൻവശത്ത് വീതിയിൽ പൊൻചങ്ങല കൊളുത്തി. വിശുദ്ധ സ്ഥലം പൊന്നുകൊണ്ടും പൊതിഞ്ഞു. അങ്ങനെ അവൻ ആലയം ആ സകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. വിശുദ്ധ സ്ഥലത്തുള്ള പീഠം മുഴുവനും പൊന്നുകൊണ്ട് പൊതിഞ്ഞു. വിശുദ്ധ സ്ഥലത്ത് അവൻ ഒലിവ് മരം കൊണ്ട് 10 മുഴം ഉയരമുള്ള 2 കെരൂബുകളെയും ഉണ്ടാക്കി. ഒരു കെരൂബിൻ്റെ ഒരു ചിറക് 5 മുഴം, കെരൂബിൻ്റെ മറ്റേ ചിറക് 5 മുഴം. ഇങ്ങനെ ഒരു ചിറകിൻ്റെ അറ്റം മുതൽ മറ്റേ ചിറകിൻ്റെ അറ്റം വരെ 10 മുഴം. മറ്റേ കെരൂബിനും 10 മുഴം. കെരൂബ് രണ്ടിനും അളവും ആകൃതിയും ഒരുപോലെ. ഒരു കെരൂബിൻ്റെ ഉയരം 10 മുഴം, മറ്റേ കെരൂബിനും അങ്ങനെ തന്നെ. അവൻ കെരൂബുകളെ വിശുദ്ധ സ്ഥലത്തിൻ്റെ നടുവിൽ നിർത്തി. കെരൂബുകളുടെ ചിറക് വിടർന്നിരുന്നു. ഒന്നിൻ്റെ ചിറക് ഒരു ചുവരിനെയും മറ്റേതിൻ്റെ ചിറക് മറ്റേ ചുവരിനെയും സ്പർശിച്ചിരുന്നു. ആലയത്തിൻ്റെ നടുവിൽ അവയുടെ ചിറക് ഒന്നൊന്നോടൊന്ന് തൊട്ടിരുന്നു. കെരൂബുകളെയും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ ചുവരുകളിലെല്ലാം ചുറ്റും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപം കൊത്തിയുണ്ടാക്കി. അന്തരാലയവും ബഹിരാലയവുമായ ആലയത്തിൻ്റെ തളവും അവൻ പൊന്നുകൊണ്ട് പൊതിഞ്ഞു. അവൻ വിശുദ്ധ സ്ഥലത്തിൻ്റെ വാതിലിന് ഒലിവ് മരം കൊണ്ട് കതകുണ്ടാക്കി. കുറുമ്പടിയും കട്ടിളക്കാലും ചുവരിൻ്റെ 5ൽ ഒരു അംശമായിരുന്നു. ഒലിവ് മരം കൊണ്ടുള്ള കതക് രണ്ടിനും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ പൊത്തിപ്പൊന്നു പൊതിഞ്ഞു. കെരൂബുകളിലും ഈന്തപ്പനകളിലും പൊന്ന് പൊതിഞ്ഞു. അങ്ങനെ തന്നെ അവൻ മന്ദിരത്തിൻ്റെ വാതിലിനും ഒലിവ് മരം കൊണ്ടുള്ള കട്ടില ഉണ്ടാക്കി. അത് ചുവരിൻ്റെ 4ൽ ഒരു ഭാഗമായിരുന്നു. അതിൽ കതക് രണ്ടും സരളമരം കൊണ്ടായിരുന്നു. ഒരു കതകിന് 2 മടക്ക് പാളിയും മറ്റേ കതകിന് 2 മടക്ക് പാളിയും ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പം എന്നിവയുടെ രൂപങ്ങൾ കൊത്തി. രൂപങ്ങളുടെ മേൽ പൊന്നു പൊതിഞ്ഞു. അവൻ അകത്തെ പ്രകാരം ചെത്തിയ കല്ലുകൊണ്ട് 3 വരിയും ദേവദാരു കൊണ്ട് ഒരു വരിയുമായിട്ട് പണിതു. 4-ാം ആണ്ട് ഈയോർ മാസത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനം ഇടുകയും 11-ാം ആണ്ട് 8-ാം മാസമായ തെഷ്ദീൻ ഫിറോയ് മാസത്തിൽ ആലയം അതിൻ്റെ സകല ഭാഗങ്ങളുമായി അതിൻ്റെ മാതൃക പ്രകാരമൊക്കെയും പണിതു തീർക്കുകയും ചെയ്തു. അങ്ങനെ അവൻ 7 വർഷം കൊണ്ട് അത് പണി തീർത്തു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.